Hello all, welcome to XandY Mission Olympiad. അപ്പോൾ ഒളിമ്പ്യാഡ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഹയർ ലെവൽ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്റ്റുഡൻസിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സീരീസ് ചെയ്യുന്നത്. ബയോളജി പാർട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നോക്കുന്നത്. ഓക്കെ, ഒരു ഒളിമ്പ്യാഡ് മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. വിൽ ഐ പ്രസന്റ് ഓൺ ദ ഇന്നർ ലൈനിങ് ഓഫ് ദ ഇൻഡസ്റ്റൈനൽ വാൾ? എന്താണ് ചെയ്യുക? അതായത് ഇൻഡസ്റ്റൈൻ്റെ വാളിൽ എന്തുണ്ട്? വില്ലൈ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആ സംഭവം എന്തിനാണ് അല്ലെങ്കിൽ എന്താണത് സംഭവം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം വില്ലയുടെ സ്ട്രക്ചർ നമ്മൾ മിക്ക ആളുകളും കണ്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ അല്ലെ ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ. അതിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ എന്താണത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഇതാണ് വില്ലൈ അല്ലെ. ഇൻഡസ്റ്റൈനിൻ്റെ വാളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെറിയ ചെറിയ ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഇങ്ങനെ കാണാൻ സാധിക്കും അല്ലെ. ഫുള്ളായിട്ട് ഇങ്ങനെ വില്ലൈ എന്ന് പറഞ്ഞ സ്ട്രക്ചർ കാണാൻ സാധിക്കും. അതിൽ ഒരു വില്ലൈ ആണിത് അല്ലെ. ഒരു വില്ലൈ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എന്തുണ്ടാവും? ക്യാപ്പിലറീസ് ഉണ്ടാവും, ലാക്റ്റിയൽസ് ഉണ്ടാവും. അത് അതിൻ്റെ പണിയെടുക്കും. എന്താണ് ആ പണി അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം, എന്തിനാണത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തന്നെ തിരിച്ചു പോകാം. എന്താണ് ഓപ്ഷൻ എ? സെക്രീറ്റ്സ് എൻസൈം ഫോർ ഡൈജഷൻ. ഡൈജഷനുള്ള എൻസൈംസ് സെക്രീറ്റ് ചെയ്യുക എന്നുള്ളത് വില്ലൈൻ്റെ പണിയാണോ? സെക്രീറ്റ്സ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യോ? ഡിക്രീസസ് ദ സർഫസ് ഏരിയ ഫോർ അബ്സോർപ്ഷൻ. അബ്സോർപ്ഷന് വേണ്ട സർഫസ് ഏരിയ ഡിക്രീസ് ചെയ്യോ? ഇൻക്രീസസ് ദ സർഫസ് ഏരിയ ഫോർ അബ്സോർപ്ഷൻ. ഏതായിരിക്കും? വളരെ കോമൺ സെൻസ് ആണ്, എങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കുക. എന്തെങ്കിലും തരത്തിലുള്ള പിന്നെ എൻസൈംസോ ഹോർമോൺസോ സെക്രീറ്റ് ചെയ്യുക എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ വില്ലയുടെ പ്രധാനപ്പെട്ട പണി, അല്ലെങ്കിൽ അതല്ല വില്ല ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാം. എന്താണ്? നമുക്കറിയാം, നമുക്ക് പിന്നെ ബ്ലഡിലേക്ക് നമ്മൾ ഭക്ഷണം കഴിച്ചു, അത് ഡൈജസ്റ്റ് ചെയ്തു. ഡൈജസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? കോംപ്ലക്സ് പാർട്ടിക്കിൾസ് സിംപ്ലർ യൂണിറ്റ്സ് ആക്കി കൺവേർട്ട് ചെയ്തു. ആ ഒരു ഡൈജഷൻ നടന്നു. ആ സിംപ്ലർ യൂണിറ്റ്സ് നമ്മുടെ ബ്ലഡിലേക്ക് എന്ത് ചെയ്യണം? എടുക്കണം. ആ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യാൻ ഒരുപാട് ഏരിയ ആവശ്യമാണ് അല്ലേ. ഒരുപാട് ഏരിയ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അബ്സോർപ്ഷൻ നടക്കും അല്ലേ. അപ്പോൾ ആ ഒരു പർപ്പസ് ആണ് യഥാർത്ഥത്തിൽ വില്ലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വില്ലൈ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇവിടെ കണ്ടില്ലേ? ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. എന്താണ്? ഇവിടെ ഇങ്ങനെ മാത്രമാണ് നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈൻ്റെ സ്ട്രക്ചർ എന്നുണ്ടെങ്കിൽ ഇത്ര സ്ഥലം മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? അബ്സോർപ്ഷന് വേണ്ടി കിട്ടുള്ളൂ. എന്നാൽ ഇവിടെ ഓരോ സ്ഥലത്തും എന്തത് ഇങ്ങനെ കൂടി. അപ്പോൾ ഇത്രയും ഏരിയ കൂടി. പിന്നെ അടുത്ത വില്ലൈ ഇത്രയും ഏരിയ കൂടി, ഇത്രയും സർഫസ് ഏരിയ കൂടി, ഇത്രയും സർഫസ് ഏരിയ കൂടി, ഇത്രയും സർഫസ് ഏരിയ കൂടി, ഇത്രയും സർഫസ് ഏരിയ കൂടി. ഇങ്ങനെ ഈ വില്ലയുടെ സ്ട്രക്ചർ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അത്രയും സ്ട്രക്ചർ അപ്പോൾ ഇതിങ്ങനെ ഓരോ സ്ഥലത്തും അല്ലേ ഫുള്ളായിട്ട് ഇങ്ങനെ വില്ലൈ ഉണ്ടാകുമ്പോൾ അത്രയും സർഫസ് ഏരിയ അല്ലേ. ജസ്റ്റ് ഇങ്ങനെ പോകേണ്ട സ്ഥലത്ത് ഇങ്ങനെ ആകുമ്പോൾ എന്താ ചെയ്യുക? അത്രയും ഏരിയ കൂടുതലായി കിട്ടുകയാണ് അല്ലേ. ആ ഏരിയയിലൂടെയൊക്കെ അബ്സോർപ്ഷൻ നടക്കുകയാണ് അല്ലേ. സോറി ഇതാ ഇങ്ങനെ മാത്രമാണെന്നുണ്ടെങ്കിൽ ഇവിടെ മാത്രമേ അബ്സോർപ്ഷൻ നടക്കുള്ളൂ അല്ലേ. ഇത്ര മാത്രമേ സ്ഥലമുള്ളൂ അബ്സോർപ്ഷൻ നടക്കാൻ. ഇങ്ങനെയാണെന്നുണ്ടെങ്കിലോ ഇതിലൂടെ അബ്സോർപ്ഷൻ നടക്കും, ഇതിലൂടെ അബ്സോർപ്ഷൻ നടക്കും, ഇതിലൂടെ അബ്സോർപ്ഷൻ നടക്കും, ഇതിലൂടെ അബ്സോർപ്ഷൻ നടക്കും. ഫുള്ളായിട്ട് ഈ സർഫസ് ഒക്കെ നമുക്ക് അബ്സോർപ്ഷന് വേണ്ടി ഉപയോഗിക്കാം അല്ലേ. ഇതിലൂടെ നടക്കാം, ഇങ്ങനെ മൊത്തത്തിൽ എന്ത് ചെയ്യാം? ഫുള്ളായിട്ട് അബ്സോർപ്ഷൻ നടക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇൻക്രീസിങ് ദ സർഫസ് ഏരിയ എന്നുള്ളതാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഇൻക്രീസസ് ദ സർഫസ് ഏരിയ ഫോർ അബ്സോർപ്ഷൻ. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ അതിൻ്റെ പർപ്പസും മറ്റു കാര്യങ്ങളും അടക്കം നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. അത്തരം ചോദ്യങ്ങളാണ് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള ഹയർ ലെവൽ എക്സാംസിലൊക്കെ ചോദിക്കുക. ആ രൂപത്തിൽ കൃത്യമായി മനസ്സിലാക്കി പഠിക്കാൻ നമുക്ക് സാധിക്കണം. ഓക്കെ, താങ്ക് യു.